the probability of getting a ticket with a number of multiple of 5 in the random drawn from a bag containing tickets of even number from 1 to 100. അപ്പൊ 1 മുതൽ 100 വരെയുള്ള സ്ക്രീൻ കാണുന്നുണ്ടോ? നമ്പേഴ്സ് 1 മുതൽ 100 വരെ എല്ലാ നമ്പേഴ്സും ഇല്ല. ഒരു ബാഗിനകത്ത് the probability of getting a ticket with number multiple of 5, 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതാണ് ഇവന്റ്. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് എത്ര നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ അതാണ് ഇവന്റിനകത്ത് എണ്ണം. ഇൻ എ റാൻഡം drawn from a bag containing ticket of even number, ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ 1 മുതൽ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എത്ര? 2, 4, 6. ഈവനോട് നേരെ പകുതിയാണ്. അപ്പൊ 1 മുതൽ 100 വരെ എത്ര ഈവൻ നമ്പർ ഉണ്ട്? 50 ഈവൻ നമ്പറും ഉണ്ട്, 50 ഓഡ് നമ്പറും ഉണ്ട്. ഇതിനകത്ത് 50 ഈവൻ, അപ്പൊ 1 മുതൽ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ 1 മുതൽ 100 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 50 ഈവൻ നമ്പേഴ്സ് ഈ ബാഗിനകത്തുണ്ട്. അതിനകത്തെ 5ന്റെ മൾട്ടിപ്പിൾ, അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം, 5ന്റെ മൾട്ടിപ്പിളും ഈവൻ ആയിരിക്കണം. അപ്പൊ ഇതിനകത്ത് കിടക്കുന്നതല്ലേ 5ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന യഥാർത്ഥ 5ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 5 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്, 20. പക്ഷെ 5 ഈ ബോക്സിനകത്ത് വരത്തില്ല. 5 ഈസ് ആൻ ഓഡ് നമ്പർ ആണ്. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന 5ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 10, 20. അങ്ങനെ എത്ര എണ്ണം വരും? 10, 20, 30, 40, 50, 60, 70, 80, 90, 100. 10 എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾ. ആ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിക്കണം. അതിനകത്ത് ഈവൻ നമ്പർ മാത്രമാണ് കിടക്കുന്നത്. അപ്പൊ 1 മുതൽ 10 വരെയുള്ള ഈവൻ നമ്പർ എത്രയാണ്? 50 എണ്ണം. അതിനകത്ത് 5ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരുന്ന? കിടക്കുന്ന ഈവൻ നമ്പറിനകത്ത് 5ന്റെ മൾട്ടിപ്പിൾ 10, 15, 20 ആണ്. അപ്പൊ 10 എന്താണ് 5ന്റെ മൾട്ടിപ്പിൾ വരുന്നത്? അപ്പൊ 10 അതിനെ ഡിവൈഡ് ബൈ ടോട്ടൽ. അപ്പൊ ആൻസർ എത്രയാണ്? 1/5. എളുപ്പമാണ്. പ്രോബബിലിറ്റി എത്രയാണ്? 1/5. ആ ക്വസ്റ്റ്യൻ ആൻസർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ ഇവിടെ ഈവൻ ഒരു വേർഡുണ്ട്. നമ്പേഴ്സ് ഫ്രം 1 to 100, 1 മുതൽ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ് എടുക്കേണ്ടത്. അത് 50 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് 5ന്റെ മൾട്ടിപ്പിൾ 10, 20, 30, 40 അങ്ങനെ 10 നമ്പറാണ്. 10/50 വരും. നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഞാൻ എഴുതാം. ഇത് നിങ്ങൾ പ്രോബബിലിറ്റിക്കകത്ത് ഒരു ജോയിന്റ് PDF, ജോയിന്റ് PDF 2 വേരിയബിളിന്റെ PDF വരുന്നൊരു ടോപ്പിക്കാണ് ജോയിന്റ് PDF. അത് കറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് f of x, y is equal to 0 less than x, 0 less than y less than x. Then ചോദിച്ചേക്കുന്ന മാർജിനൽ ഡെൻസിറ്റി ഫങ്ഷൻ ഓഫ് y എന്നാണ്. ഇതാണ് കറക്റ്റ്. ഇത് എഴുതിയേക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്. ഇതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. f of x, y is equal to 0, 2. അപ്പൊ 0 മുതൽ എക്സിന്റെ വാല്യൂ 0 മുതൽ 1 വരെ, വൈയുടെ വാല്യൂ 0 മുതൽ x വരെ. മാർജിനൽ ഡെൻസിറ്റി ഫങ്ഷൻ ഓഫ് y ആണ്. നിങ്ങൾ രണ്ട് രീതിയുണ്ട്. മാർജിനൽ ഡെൻസിറ്റി ഫങ്ഷൻ ഓഫ് എക്സും ഉണ്ട്, മാർജിനൽ ഡെൻസിറ്റി ഫങ്ഷൻ ഓഫ് വൈയും ഉണ്ട്. അപ്പൊ മാർജിനൽ ഡെൻസിറ്റി ഫങ്ഷൻ നമ്മൾ FY ഓഫ് y, വൈയുടെ കാണുന്നത് ശ്രദ്ധിച്ചോണെ. വൈയുടെ കാണുന്നത് ഇന്റഗ്രൽ ഫങ്ഷൻ തന്നിരിക്കുന്ന PDF f of xy ഇൻറ്റു dx ആണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കേണ്ടത് എക്സിന്റെ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ മാർജിനൽ PDF ഓഫ് y എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, വിത്ത് റെസ്പെക്ട് എന്താണ്? എക്സ്. ഇപ്പൊ മാർജിനൽ PDF ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ ഇന്റഗ്രൽ ഓഫ് f of xy ഇൻറ്റു dy, തെറ്റരുത്.
അപ്പൊ മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് വൈയിലും വൈ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് എക്സിലും ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ചോദിച്ചത് മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എഫ് വൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് എക്സിലാണ് ചെയ്യേണ്ടത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ആണ്. ഇവിടെ ലിമിറ്റ് കാണുമ്പോൾ ശ്രദ്ധിച്ച് ലിമിറ്റ് കാണും. എക്സിന്റെ ലിമിറ്റ് ആണ് വേണ്ടത്. വേണ്ട, ഇവിടെ എക്സ് കിടപ്പുണ്ട്, ഇവിടെ എക്സ് കിടപ്പുണ്ട്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് 0 to 1 അല്ല നമുക്ക് യഥാർത്ഥം എടുക്കേണ്ടത്. നോക്ക്, എക്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇവിടെ കിടപ്പുണ്ട് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ്. അപ്പൊ എക്സിന് താഴെയുള്ള വാല്യൂ എവിടം വരെ ആകാം? വൈ വരെ ആകാം. വൈ എവിടം വരെ ആകാം? 0 ആകും. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ഈ ടേം എടുക്കുന്നത് എക്സിൽ. അപ്പൊ കണ്ടോ, വൈ ലെസ് ദാൻ എക്സ്. അപ്പൊ വൈ ലെസ് ദാൻ എക്സ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. 0ക്ക് മുകളിൽ വേറൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതേ എടുക്കാവുള്ളൂ. അപ്പൊ വൈ ലെസ്, ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. 0 ലെസ് ദാൻ, 0യേക്കാളും വലുതാണ് വൈ, വൈയേക്കാളും വലുതാണ് എക്സ്, എക്സിനേക്കാളും വലുതാണ്. ഇങ്ങനെയാണ് കമ്പയർ, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ രണ്ട് ലിമിറ്റ് കൂടെ വന്നിട്ടേ നമ്മൾ എന്തെടുക്കാവുള്ളൂ? ഇവിടെ ലിമിറ്റ് എടുക്കാവുള്ളൂ. യഥാർത്ഥം ഈ രണ്ട് ലിമിറ്റ് കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത് നോക്കിയേ, ഏറ്റവും ചെറുത് 0 ആണ്. 0യേക്കാളും വലുതാണ് വൈ, വൈയേക്കാളും വലുതുന്നത് എക്സ്, എക്സിനേക്കാളും വലുതുണ്ട് വൈ, 1. ഇതാണ് രണ്ടും കൂടെ കമ്പയർ. 0 രണ്ട് വരുന്നില്ലയോ? 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 ആണ്, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. രണ്ടും കൂടെ കമ്പയർ ചെയ്തിടുക. എന്നിട്ട് വേണം നമ്മൾ ഒരു വേരിയബിൾ വന്നുകൊണ്ടാട്ടോ, ഇതിനകത്ത് വേരിയബിൾ വന്നുകൊണ്ടാണ്, ഇതിനകത്ത് എക്സിലും വൈയും ടേം വന്നുകൊണ്ടാണ് ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കറസ്പോണ്ട് എക്സ് ആണ് വൈ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ എക്സിന്റെ ലിമിറ്റ് വെച്ച് ചെയ്യുക, വൈയുടെ ലിമിറ്റ് വെച്ച് ചെയ്യുക. ഇവിടെ വേരിയബിൾ എക്സിലും വൈയിലും വന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സിന്റെ ലിമിറ്റ് നോക്ക്, ലോവർ ലിമിറ്റ് വൈ, അപ്പർ ലിമിറ്റ്, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് വൈ മുതൽ 1 വരെ. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 2 ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഇവിടെ ആ ലിമിറ്റ് കമ്പാരിസൺ ചെയ്യണം. ഇവിടെ വൈ ഇൻ ടേംസ് ഓഫ് എക്സിലും വൈയിലും വന്നുകൊണ്ട് ഏറ്റവും 0 ലെസ് ദാൻ വൈ, അതിനേക്കാളും വലുതാണ് എക്സ്, അതിനേക്കാളും വലുതാണ് 1. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ? വൈ മുതൽ 1 വരെ. വൈ 0 വരെ ആകാം, ജനറൽ ആയിട്ട് എടുക്കാം. അവിടെ വൈ മുതൽ 1 വരെ എന്ന് വെച്ചാൽ മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് വൈയിലായിരിക്കും ആൻസർ വരുന്നത്. അത് കിട്ടാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, വൈ മുതൽ 1 വരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ന്റെ ഇന്റർവൽ എന്താണ്? 2x. 2 വെളിയിൽ എടുത്തിട്ട് ചെയ്യാം. ചക്ക എനിക്ക്
ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ 2 വലിയെടുത്ത് ടി എക്സിന്റെ എന്താണ് എക്സ് വൈ ടു 1. അപ്പൊ അപ്പർ ലിമിറ്റ് 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് എത്രയാണ് 1 മൈനസ് വൈ. അപ്പൊ ഇതാണ് മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ. അപ്പൊ മാർജിനൽ പി ഡി എഫ് വൈ എത്ര കിട്ടി 2 ഇൻറ്റു 1 മൈനസ് വൈ. മാർജിനൽ പി ഡി എഫ് വൈ എഴുതിയിട്ട് വൈയുടെ ലിമിറ്റ് വൈയുടെ ലോവർ. ഇനി ലിമിറ്റ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ ലിമിറ്റ് എഴുതുമ്പോൾ ഏറ്റവും ലോവർ ലിമിറ്റ് എത്ര വൈയുടെ 0, ഏറ്റവും അപ്പർ ലിമിറ്റ് എത്രയാണ് 1. അപ്പൊ 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ഒരു വേരിയബിൾ എഴുതോ മാർജിനൽ പി ഡി എഫ് ഓഫ് വൈയോ എക്സോ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് വൈയുടെ റേഞ്ച് എഴുതുന്നത് കോൺസ്റ്റന്റിലായിരിക്കണം. അപ്പൊ വൈയുടെ ഏറ്റവും ലോവർ ലിമിറ്റ് എപ്പോഴും എഴുതുന്നത് ഏറ്റവും ലോവർ ലിമിറ്റും ഏറ്റവും അപ്പർ ലിമിറ്റും ആയിരിക്കും നമ്മൾ എന്ത് എഴുതുന്നത് ആ കണ്ടീഷൻ കൊടുക്കുന്നത്. ഇപ്പൊ മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ എത്ര കിട്ടി 2 ഇൻറ്റു 1 മൈനസ് വൈ. വൈയുടെ ലിമിറ്റ് എന്താണ് 0 മുതൽ 1 വരെ. വൈയുടെ ഏറ്റവും ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എവിടെ വരെ ആവും 1 വരെ ആകാം. അപ്പൊ 0 to 1 ആണ് ഇതിന്റെ. അപ്പൊ ഏത് ഓപ്ഷൻ വരും ഇതിനകത്ത്? ഓപ്ഷൻ അതാണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ കിടക്കേണ്ടത്. ഈ ഓപ്ഷൻ ആണ്. ഈ ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു, ബ്രാക്കറ്റിനകത്താണ് 1 മൈനസ് വൈ. 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് കൊണ്ട് മാർക്കുക. അപ്പം ഇത് മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ. ഇപ്പൊ സപ്പോസ് ഇത് മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ് ആ കാണണ്ടെങ്കിലോ എഫ് എക്സ് ഓഫ് എക്സ് ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ആണ്. അപ്പൊ വൈയുടെ ലിമിറ്റ് കൊടുക്കണം. അപ്പൊ വൈയുടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻ ടേംസ് ഓഫ് വേരിയബിളെ കൊടുക്കാവുള്ളൂ. വൈയുടെ ലോവർ ലിമിറ്റ് എത്രയാണ് 0. അപ്പൊ അപ്പുറത്തിപ്പുറത്ത് വൈയുടെ അപ്പുറത്തിപ്പുറത്ത് അപ്പർ ലിമിറ്റ് എത്രയാണ് എക്സ്. 0 to x എന്താ ഫംഗ്ഷൻ 2 ഇൻറ്റു എന്താണ് ഡി വൈ. അപ്പൊ 2 വൈയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി വൈ കിട്ടും. അപ്പൊ 0 മുതൽ എക്സ് വരെ. അപ്പൊ എന്ത് കിട്ടിയ ആൻസർ 2 ഇൻറ്റു എക്സ്. എക്സിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇതാണ് മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ്. ആ ഓപ്ഷൻ ഇതിനകത്ത് കാണുന്നുണ്ട് 2x ഉണ്ട്. 2x 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അത് മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ്. മറ്റേത് മാർജിനൽ പി ഡി എഫ് ഓഫ് എന്താണ് വൈയും. ഇതാണ് ജോയിൻ പി ഡി എഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സും മാർജിനൽ പി ഡി എഫ് ഓഫ് വൈയും കണ്ടുപിടിക്കുന്നത്. പഠിച്ചോണം. ഇനി തന്നെ 35ാമത്തെ ക്വസ്റ്റിനകത്ത് വേരിയൻസിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. വേരിയൻസ് ഓഫ് എ എക്സ്. അപ്പൊ വേരിയൻസിനകത്ത് ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഈ കോൺസ്റ്റന്റ് വെളി വരുമ്പോൾ സ്ക്വയർ ആയിട്ട് വരത്തുള്ളൂ. എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്നായിരിക്കും. അപ്പൊ വേരിയൻസിന്റെ ഒരു കണ്ടീഷൻ എന്താണ്? വേരിയൻസ് ഓഫ് എ എക്സ് ഈസ് ഈക്വൽ എന്താണ് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇത് എക്സ്പെക്ടഡ് വാല്യൂ, അത് വേരിയൻസ്. അപ്പൊ എക്സ്പെക്ടേഷൻ ആണ് ജസ്റ്റ് എ ടേക്കിംഗ് ഔട്ട് സൈഡ്. വേരിയൻസ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു എന്താണ് വേരിയൻസ് ഓഫ് എക്സ്. അപ്പൊ വേരിയൻസ് ഓഫ് എക്സിന്റെ കണ്ടീഷൻ എന്താണ് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. അതുകൊണ്ട് തന്നെ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ രണ്ടെണ്ണത്തിന്റെ എന്താണ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് പ്ലസ് എന്താണ് വേരിയൻസ് ഓഫ് സെക്കൻഡ് ആഡ് ചെയ്തു പോവാം. അപ്പൊ ഇവിടെ കിടക്കുന്നുണ്ടോ ഇതിന്റെ വേരിയൻസ് കാണാനാണ്. ഏത് ഫംഗ്ഷൻ വേരിയൻസ് നോക്കിയേ. ക്വസ്റ്റ്യൻ x1 x2 x3 ആർ ദ ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ റാൻഡം വേരിയബിൾ വിത്ത് വേരിയൻസ് തന്നേക്കുന്നത് എല്ലാത്തിനും. x1ന്റെ വേരിയൻസ് എന്താണ് സിഗ്മ സ്കോർ, x2ന്റെ എത്ര സിഗ്മ സ്കോർ, x3യുടെ സിഗ്മ സ്കോർ. ഇതിന്റെ എല്ലാത്തിന്റെ കൂടെ വേരിയൻസ് എത്രയാണ് സിഗ്മ സ്കോർ. ഇതെല്ലാം ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ വിത്ത് വേരിയൻസ് ആണ്. ഓരോ റാൻഡം വേരിയബിൾ ആണ് അതിന്റെ വേരിയൻസ് സിഗ്മ സ്കോർ തന്നേക്കുന്നത്. ദെൻ വി ഓഫ് ഇതിന്റെ എന്ത് കാണാനാണ് വേരിയൻസ് കാണാനാണ്. നോക്കിയോ. അപ്പൊ നമുക്ക് കാണേണ്ടത് ഓരോന്നിന്റെ എന്ന് വെച്ചാൽ വി ഓഫ് x1 ഇസ് ഈക്വൽ എന്താണ് സിഗ്മ സ്ക്വയർ, വി ഓഫ് x2 ഇസ് ഈക്വൽ എത്രയാണ് സിഗ്മ സ്ക്വയർ. അങ്ങനെ അങ്ങനെ വി ഓഫ് xn എല്ലാത്തിന്റെ എന്താണ് സിഗ്മ സ്ക്വയർ ആണ്. നമ്മളോട് കാണാൻ ചോദിക്കുന്ന വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഓൾ ഡിവൈഡ് ബൈ എത്രയാണ് n. ആദ്യം വേരിയൻസിനകത്ത് കോൺസ്റ്റന്റ് ടേക്കിംഗ് ഔട്ട് സൈഡ്. അപ്പൊ ഡിനോമിനേറ്റർ തന്നെ അത് 1/n വെളിയിലെടുക്കും. ഈ 1/n വെളിയിലെടുക്കുമ്പോൾ എന്താണ് അതിന്റെ സ്ക്വയർ ആയിട്ട് വരുന്നത് 1/n സ്ക്വയർ വരും. പിന്നെ എന്താണ് വേരിയൻസ് ഓഫ്
x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എന്താണ് എക്സ്. അപ്പൊ വേരിയൻസ് ടേക്കിംഗ് ഔട്ട് സൈഡ്, വേരിയൻസ് വെളിയിലെടുത്ത്. അപ്പൊ വേരിയൻസ് അല്ല കോൺസ്റ്റന്റ് ടേക്കിംഗ് ഔട്ട് സൈഡ്. അവിടെ കോൺസ്റ്റന്റ് 1/n ആണ്, ഡിനോമിനേറ്റർ കിടക്കുന്ന n ആണ് കോൺസ്റ്റന്റ്. അത് വേരിയൻസിന് വെളി വരുമ്പോൾ സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് ഈസ് 1/n സ്ക്വയർ ഇൻറ്റു. ഇനി എല്ലാ വേരിയൻസും കൂടെ ആഡ് ചെയ്യാൻ ആദ്യത്തെ x1 വേരിയൻസ് എന്താണ് സിഗ്മ സ്ക്വയർ, അടുത്ത എന്താണ് സിഗ്മ സ്ക്വയർ, എക്സെട്ര എന്താണ് സിഗ്മ സ്ക്വയർ. അപ്പൊ എത്ര എണ്ണം ഉണ്ട് സിഗ്മ സ്ക്വയർ? 1, 2, 3 അപ് ടു എവിടെ വരെയാണ് n ആണ്. അപ്പൊ 2 തവണ ആഡ് ചെയ്താൽ 2 വരും, 2 ഇൻറ്റു വരും. 3 തവണയാണ് 3 ഇൻറ്റു, 4 തവണയാണ് 4 ഇൻറ്റു. അപ്പൊ ഇത് n ടൈംസ് ഉണ്ട്. n ടൈംസ് ആകുമ്പോൾ എന്താണ് 1/n സ്ക്വയർ ഇൻറ്റു എന്താണ് n സിഗ്മ സ്ക്വയർ. ഒരു n വെട്ടിക്കളയാലോ. അപ്പൊ ആൻസർ എത്ര കിട്ടി? സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര ആണ് n. ആൻസർ എത്ര കിട്ടും? സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര ആണ് n. അപ്പൊ ആൻസർ വേണ്ടത് സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര ആണ് n. ഇതൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതിലൊക്കെ പെട്ടെന്ന് നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ബേസ് പറഞ്ഞു പോയതാണ്. ഈ വേരിയൻസ് ആണ്, വേരിയൻസിന് ഇപ്പൊ 1/n സ്ക്വയർ ആവും. പിന്നെ ഇത് സിഗ്മ സ്ക്വയർ, ഇത് സിഗ്മ സ്ക്വയർ, ഇത് സ്ക്വയർ. അപ്പൊ എത്ര ടൈംസ് ഉണ്ട്? n സിഗ്മ സ്ക്വയർ, n സിഗ്മ സ്ക്വയർ. പെട്ടെന്ന് വെട്ടി ആൻസർ എഴുതി പോവുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇതും വെട്ടുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ എത്ര ആണ് n ആൻസർ വരും. സിഗ്മ സ്ക്വയർ ബൈ n ആൻസർ വരും. അപ്പൊ വേരിയൻസ് പഠിച്ചോണം. വേരിയൻസിനകത്ത് കോൺസ്റ്റന്റ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അത് സ്ക്വയർ ആയിട്ട് മാറും. ഇവിടെ 1/n ആണ്, അത് വെളിയിൽ വരുമ്പോൾ 1/n സ്ക്വയർ ആവും. ബാക്കി എല്ലാ വേരിയൻസും സിഗ്മയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എല്ലാ വിത്ത് വേരിയൻസ്, റാൻഡം വേരിയബിൾ വിത്ത് വേരിയൻസ്, ഓരോ റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ n ഉണ്ട്, n സിഗ്മ സ്ക്വയർ വെട്ടിക്കളഞ്ഞ് ചെയ്യാം. വേണ്ടേ? എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ ഇതിനകത്ത് ഏതാണ്? എന്താണ് ഇൻഡിപെൻഡന്റ്? ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതാണ് ഇൻഡിപെൻഡന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ബോക്സ്, ഇപ്പൊ 10 വൈറ്റ് ബോൾ ഉണ്ട്, 5 ബ്ലാക്ക് ബോൾ ഉണ്ട്. ടോട്ടൽ 15 ബോൾസ് ഉണ്ട് ഇതിനകത്ത്. ടോട്ടൽ 15 ബോൾസ്. ഫസ്റ്റ് ഞാൻ പറയാം, ഞാൻ 2 ബോളിൽ നിന്ന് 2 കേസ് പറയാൻ പോവാണ്. ഒന്നാമത്തെ കേസ് ശ്രദ്ധിച്ചോ. 2 ബോളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ബോൾ വൈറ്റ് ആണ്. ആദ്യത്തെ ബോൾ എന്താണ്? റാൻഡം 1/1 ആയിട്ടാണ് പിക്ക് ചെയ്യുന്നത്. ആദ്യത്തെ ബോൾ എടുത്തിട്ട് അതിട്ടിട്ട് റീപ്ലേസ് ചെയ്തിട്ട് രണ്ടാമത്തെ ബോൾ പിക്ക് ചെയ്യുവാണ്. അപ്പൊ ആദ്യത്തെ ബോൾ എടുത്തിട്ട് ഞാൻ പറയുന്നത് എന്താണ്? ആദ്യത്തെ ബോൾ പിക്ക് ചെയ്ത് ഇതിൽ നിന്ന് ഒരു ബോൾ പിക്ക് ചെയ്ത് എന്നിട്ട് അത് തിരിച്ചിട്ടിട്ടാണ് അടുത്ത ബോൾ പിക്ക് ചെയ്യുന്നത്. അതാണ് ഒരു മെത്തേഡ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ബോൾ ഞാൻ എടുത്ത് വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 10/, അത് വെച്ചാൽ പി ഓഫ് എ എന്ന് വെച്ചു. ഫസ്റ്റ് ബോൾ എടുക്കുന്നത് എ, അപ്പൊ പി ഓഫ് എ. അപ്പൊ ആദ്യത്തെ ബോൾ വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 10/15. ആ ബോൾ ഞാൻ വിട്ട് ആ എടുത്ത ബോൾ തിരിച്ചിട്ട് വീണ്ടും അടുത്ത സെക്കൻഡ് ബോൾ എടുക്കുന്ന ബി എന്ന് വെച്ചോ. സെക്കൻഡ് ബോളും വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 10/15. ഇനി വീണ്ടും ഇട്ട് തേർഡ് ബോൾ ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ബ്ലാക്ക് എത്രയാണ് ഉള്ളത്? 5/15. ഇവിടെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എങ്ങനെ എടുത്താലും എയും ബിയും സിയും എങ്ങനെ എടുത്താലും അത് ആര് എയെ ഡിപ്പെൻഡ് ചെയ്തല്ല ബി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ബോൾ തിരിച്ചിട്ടിട്ടാണ്. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ഫുൾ വീണ്ടും കംപ്ലീറ്റ് ആയി 15 ബോളായി. അതിൽ നിന്നാണ് വീണ്ടും എടുക്കുന്നത്. അപ്പൊ റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബോൾസ് എടുത്തത്. അപ്പൊ ഇതെന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. പി ഓഫ് എയും പി ഓഫ് എയും ബി സി എല്ലാം എന്താണ്? ഇൻഡിപെൻഡന്റ്. എപ്പോഴാണ് ഡിപ്പെൻഡന്റ് വരുന്നത് നോക്കിയോ. ഞാൻ ആദ്യത്തെ ബോൾ പിക്ക് ചെയ്ത് പി ഓഫ് എ സീക്വൽ 10/15. ഞാൻ അത് തിരിച്ചിടുന്നില്ല. അപ്പൊ ഫസ്റ്റ് ബോൾ ഞാൻ എടുത്ത് എന്റെ കൈ വെച്ച് ബാക്കിയുള്ളതിൽ നിന്നാണ് സെക്കൻഡ് ബോൾ എടുക്കുന്നത്. അപ്പൊ സെക്കൻഡ് ബോൾ എടുക്കുമ്പോൾ ഞാൻ എടുത്ത വെച്ച ബോളിനെ ഡിപ്പെൻഡ് ചെയ്താണ് അടുത്ത പ്രോബിലിറ്റി നിൽക്കുന്നത്. ഞാൻ എടുത്തു മാറ്റി വീണ്ടും ഇട്ടില്ല, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ബോൾ എടുത്തു മാറ്റി. അപ്പൊ ആ എടുത്തു മാറ്റിയ ബോൾ വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി 10/15 ആണ്. എടുത്തു മാറ്റി. ഇത് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്ര ബോളേ ഉള്ളൂ? 14. വൈറ്റ് ബോൾ അല്ലേ എടുത്തത്. ഇനി വൈറ്റ് എത്ര ഉള്ളൂ? 9 എണ്ണം. ബ്ലാക്ക് അത് തന്നെ. ഇനി വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 9/14. കണ്ടോ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് നിന്നത്. ബ്ലാക്ക് ആണെങ്കിലോ 5/14. ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത്. ഇത് ഡിപ്പെൻഡന്റും ഇതെന്താണ്? ഇൻഡിപെൻഡന്റും. അപ്പൊ ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ് വരുമ്പോൾ കണ്ടീഷൻ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കണ്ടീഷൻ നമ്മള് പി ഓഫ് എ ഗിവൺ പി ഇത് വരുന്നത്, ഇതിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ മീനിങ് എന്താണ്? പി ഈസ് ഹാപ്പൻ ദെൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് എ. പി ഈസ് ഹാപ്പൻ, പി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞ്
ആരുടെ പ്രോബിലിറ്റി കാണാനാണ്? യഥാർത്ഥത്തിൽ എയുടെ പ്രോബിലിറ്റി കാണാനാണ്. പക്ഷെ എന്ത് ഹാപ്പൻ ചെയ്ത്? ബി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കേസിൽ പി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞ് റീപ്ലേസ് തിരിച്ച് ബോൾ വീണ്ടും ഇട്ട് എ ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്ര തന്നെയാണ്? 10/15 തന്നെയാണ്, മാറത്തില്ല. അല്ലെങ്കിൽ എ ഈസ് ഹാപ്പൻ ദെൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് എന്താണ്? ബി. അത് മാറുന്നതേ ഇല്ല. അപ്പൊ അതെന്താണ്? ഓക്കെ, ഇതിന്റെ മീനിങ് ബി ഈസ് ഹാപ്പൻ ദെൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് എ എന്നാണ്. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, ഇതെന്താണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇത് പി ഓഫ് എ കാണാനാണ്. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രോബിലിറ്റി കാണാനാണ്? എയുടെ പ്രോബിലിറ്റി കാണാനാണ്. പക്ഷെ ഒരു കണ്ടീഷൻ കൊടുത്തേക്കുന്നത് എന്താണ്? പി ഈസ് ഹാപ്പൻ. ഈ പ്രോബ്ലം തന്നെ പി ഓഫ് പി ഗിവൺ എ കണ്ട് പി ഓഫ് പി ഗിവൺ എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ബോൾ ഈസ് വൈറ്റ്, ദെൻ ഫൈൻഡ് ദ സെക്കൻഡ് ബോൾ ഈസ് വൈറ്റ്. ഫസ്റ്റ് ബോൾ വൈറ്റ് ആണെങ്കിൽ സെക്കൻഡ് ബോളും എന്താകാനുള്ള? വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ഫസ്റ്റ് ബോൾ വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 10/15. അപ്പൊ ഒരു ബോൾ എടുത്ത് അങ്ങ് മാറ്റി, ഫസ്റ്റ് ബോൾ വൈറ്റ് ആണ് എങ്കിൽ സെക്കൻഡ് ബോൾ വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 9/14 ആണ്. പക്ഷെ ഈ കേസിലോ മറ്റേ കേസിലോ എന്ത് തന്നെ വന്നത്? ഫസ്റ്റ് ബോൾ ഈസ് വൈറ്റ്, അതെടുത്തിട്ട് തിരിച്ചിട്ടിട്ട് സെക്കൻഡ് ബോൾ വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി 10. അത് മാറുന്നുണ്ടോ? അത് എന്ത് തന്നെ വന്നേ? പി ഓഫ് പി തന്നെ വന്നത്. അപ്പൊ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് കണ്ടീഷണൽ പ്രോബിലിറ്റി കാണുന്ന ഇക്വേഷൻ ഇതാണ്. എ കണ്ടീഷൻ ബി കാണുന്ന ഫോർമുല ഇതാണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ്. എയും ബി ഇൻഡിപെൻഡന്റ് ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ചെയ്യാം. പി ഓഫ് എ ഇൻറ്റു എന്താണ്? പി ഓഫ് ബി ഡിവൈഡ് ബൈ എന്താണ്? പി ഓഫ് ബി. വെട്ടിയങ്ങളെ ആൻസർ എന്താണ്? പി ഓഫ് എ. ഇതാണ്, ഇങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ തിയററ്റിക്കലായിട്ട് പഠിക്കുന്നത്. എപ്പോഴും നിങ്ങൾ തിയററ്റിക്കലായിട്ട് പഠിക്കുന്നതാണ് പ്രോബിലിറ്റിക്കകത്ത് ഏറ്റവും എളുപ്പം. ക്വസ്റ്റ്യൻ കിട്ടിയ പെട്ടെന്ന് ആൻസർ. ഫോർമുല ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ആ കണ്ടന്റ് തിയററ്റിക്കലായിട്ട് ആ പ്രോബിലിറ്റിയുടെ കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പി ഓഫ് എ ഗിവൺ ബി എന്താണ്? പി ഓഫ് എ ആണ്. എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ. ഇനി പി ഓഫ് ബി ഗിവൺ എ എന്താണ്? പി ഓഫ് ബി ആണ്. എന്ത്? എ ആൻഡ് ബി ആർ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ. ഇനി എയും ബി ഇൻഡിപെൻഡന്റ് ആണ്. വേറൊരു കണ്ടീഷൻ, എ ഇന്റർസെക്ഷൻ ബി എന്താണ്? പി ഓഫ് എ ഇൻറ്റു എന്താണ്? പി ഓഫ് ബി ആണ്. ഇതെല്ലാം ഇൻഡിപെൻഡന്റ് കണ്ടീഷൻ ആണ്. യഥാർത്ഥത്തിൽ പി എ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ പി ഓഫ് എ ഇൻറ്റു എന്താണ്? പി ഓഫ് ബി. അല്ലെങ്കിൽ പി ഓഫ് പി ഗിവൺ എ എന്ന് പറയുന്നതാണ് പി ഓഫ് ബി. അല്ലെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നതാണ് പി ഓഫ് എ. പി ഓഫ് എ ഗിവൺ ബിയുടെ ഫോർമുല എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ എന്താണ്? പി ഓഫ് ബി ആണ്. അപ്പൊ ഇവിടെ ഏത് കണ്ടീഷൻ വരും? എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ എന്തോ കണ്ടീഷൻ വരുന്നത്? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? പി ഓഫ് എക്ക് ഈക്വൽ ആണ്. ചെയ്ത് രണ്ട് എയുടെ പ്രോബിലിറ്റി ആണ്, ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ബി ഹാപ്പൻ ചെയ്ത് എയുടെ പ്രോബിലിറ്റി ആണെന്നും അല്ലാതെ എയുടെ പ്രോബിലിറ്റി ആണെന്നും സെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. ബി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞ് എയുടെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാലും അല്ലാതെ വെറും ഡയറക്റ്റായിട്ട് എയുടെ പ്രോബിലിറ്റി കണ്ടുപിടിച്ചാലും പറഞ്ഞാലും എന്താണ്? സെയിം പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? ബിയെ ആര് ഹാപ്പൻ ചെയ്തില്ല? എ ഹാപ്പൻ. ബിയുടെ കണ്ടീഷനെ എ ഒന്നും ഹാപ്പൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എയും ബി എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. പഠിച്ചോണം. അപ്പൊ എയും ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ എന്താണ്? പി ഓഫ് എ. പിന്നെ ഇതാണ് ഈ ഒരു കണ്ടീഷൻ പി ഓഫ് എ. ഇതൊരിക്കലും വരത്തില്ല. ഇതെന്താണ്? ഇവിടെ ഇങ്ങനെ വന്നാലും ഓക്കെ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ എന്താണ്? പി ഓഫ് എ ഇൻറ്റു എന്താണ്? പി ഓഫ് ബി. അപ്പം പഠിച്ചോണം, എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ആണ്. കണ്ടീഷൻ വരുന്നത് ഒന്നുകിൽ എ ഗിവൺ ബി പി ഓഫ് എന്ന് വരും, അല്ലെങ്കിൽ പി ഓഫ് ബി ഗിവൺ എ പി ഓഫ്. ബി എന്ന് വരും, അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്താണ്? ഇത് മൂന്നും കൂടെ വരത്തില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഓപ്ഷനകത്ത് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് മെസ്സേജ് ചോദിക്കാം. സൗണ്ട് കേൾക്കുന്നില്ല.
ഇനി അടുത്ത ഇതൊക്കെ ന്യൂമറിക്കലിനകത്ത് വരുന്ന പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ഐറ്ററേഷൻ. ഐറ്ററേഷനൊക്കെ ചോദിക്കത്തുള്ളൂ. എന്ത് വിച്ച് ലൈസ് ഇറഗുലർ ഫാൾസി മെത്തേഡ്. എനിക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും 1നും 2നും ഇടയിൽ കിടക്കുന്ന റൂട്ട്. ഇതിനകത്ത് ഏതാ ആൻസർ? അപ്പൊ 1നും 2നും ഇടയ്ക്ക് ഏതാ? ഈ ഇങ്ങനെ ഓപ്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് 1നും 2നും ഇടയ്ക്ക് ഏതാ കിടക്കുന്ന? ഇത് 1നും 2നും ഇടയ്ക്ക് കിടക്കുന്ന ഓപ്ഷൻ അല്ലേ എടുത്തുള്ള ആൻസർ. വിച്ച് ലൈസ് ബിറ്റ്വീൻ 1 and 2. ഇങ്ങനെ ഓപ്ഷൻ തരികയാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെയല്ല, ഇപ്പൊ ഒരു ഓപ്ഷൻ ഇപ്പൊ 1.23 ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ചെയ്തേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഓപ്ഷൻ 1നും 2നും ഇടയ്ക്ക് കിടക്കുന്ന ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 1നും 2നും ഇടയ്ക്ക് ഇതിനകത്ത് ഏത് മാത്രമേ ഉള്ളൂ? 1.571 മാത്രമേ ഉള്ളൂ. വിച്ച് ഈസ് ദ ആൻസർ. ഡയറക്റ്റ് അങ്ങ് എഴുതാം. ഇനി നോക്ക് റെഗുലർ ഫാൾസി എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ തരുന്നത് ഇതാണ് എക്സ് നോട്ട്. എയും ബി ഇട്ട് പഠിക്കാം. ഒറ്റ ഐട്രേഷൻ അല്ലേ, ഒരു ഐട്രേഷൻ ഒക്കെ ചോദിക്കത്തുള്ളൂ. ഒരു ഐട്രേഷൻ ആണെങ്കിൽ ചെയ്ത് ശ്രമിച്ചു. എക്സ് കണ്ടുപിടിക്കുന്നത് ഇതിനെ ഏന്ന് വിളിക്കുക? എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ എത്രയാണ്? 2. എക്സ് ഒറ്റ ഐട്രേഷനിൽ എക്സ് ആണ് ഇക്വേഷൻ. അല്ല ഒത്തിരി ഐട്രേഷൻ ഒന്നും ചോദിച്ചില്ല, ചെയ്യാൻ പാടായിരിക്കും. ഒറ്റ ഐട്രേഷനിൽ എക്സ് വരുന്നത് എക്സ് ആണ് ഇക്വേഷൻ. ഇത്രേ ഉള്ളൂ. എക്സ് ഇസ് ഈക്വൽ ഇത്ര കിടക്കുന്നുണ്ട് എ ഇൻറ്റു എഫ് ഓഫ് ബി. ഇനി തിരിച്ച് മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ഓൾ ഡിവൈഡ് ബി ഫംഗ്ഷൻ. ഇതേ ഓർഡറിൽ നിങ്ങൾക്ക് തിരിച്ച് മറിച്ചു എഴുതാം കേട്ടോ. പക്ഷെ ന്യൂമറേറ്ററിൽ ഏത് ഓർഡറിലാണോ ഫംഗ്ഷൻ കൊടുത്തേക്കുന്നത് ആ ഓർഡറിൽ തന്നെ ആയിരിക്കണം. എഫ് ഓഫ് ബി ആണ് ആദ്യം കൊടുക്കുന്നത്, താഴെ എഫ് ഓഫ് എ. തിരിച്ചത് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം: ബി ഇൻറ്റു എഫ് ഓഫ് എ മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ബി ഡിവൈഡ് ബൈ മുകളിൽ എഫ് ഓഫ് എ ഇല്ലേ ആദ്യം, അപ്പൊ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി. തിരിച്ചമറിച്ച് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ മുകളിൽ കിടക്കുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കണം താഴെ. മുകളിലും റിവേഴ്സ് താഴെ റിവേഴ്സ് ആകുമ്പോൾ മാറ്റമൊന്നുമില്ല. അപ്പം മുകളിൽ കിടക്കുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കും താഴെ വരേണ്ടത്. അപ്പം എ ഇൻറ്റു എഫ് ഓഫ് ബി, എ എത്ര ഇവിടെ? 1 ഇൻറ്റു എഫ് ഓഫ് ബി എത്ര? 2 മൈനസ് 2 ഇൻറ്റു എഫ്. ഇതൊക്കെ ചെയ്ത് പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യമുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇതൊക്കെ പറയാം. വാല്യൂ എടുത്തോ 7. 1 ഇൻറ്റു എഫ് ഓഫ് 2 മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് 1. നിങ്ങൾക്ക് എഫ് ഓഫ് 1 എഫ് ഓഫ് 2 ഒന്ന് സൈഡിലോട്ട് കണ്ടുപിടിക്കാം. എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ഇതെല്ലാം 1 കൊടുത്തേ 1 പ്ലസ് 1 മൈനസ് 3 മൈനസ് 3 എത്ര കിട്ടി? -4 വരും. അടുത്ത എഫ് ഓഫ് 2 കൊടുക്കുക. 2 കൊടുത്തേ 2 ക്യൂബ് എത്ര? 8. 2 സ്ക്വയർ 4. 3 2 6 മൈനസ് 3. 12 മൈനസ് 9. 12 9 കുറച്ചാൽ 3 കിട്ടിയല്ലോ. ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എഫ് ഓഫ് 2. എഫ് ഓഫ് 2 വാല്യൂ എത്രയാണ്? 3 മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് 1. എഫ് ഓഫ് 1 വാല്യൂ എത്രയാണ്? -4 ഹോൾ ഡിവൈഡ് ബൈ എഫ് ഓഫ് 2 എത്ര? 3 മൈനസ് എഫ് ഓഫ് 1 -4. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 3 8 8 3 11. 11/7. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 11/7 എത്ര വരുമെന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 11/7 ഇല്ലയോ? 11 ഡിവൈഡ് ബൈ 7. പെട്ടെന്ന് 7 1s are 7. 4 റിമൈൻഡർ 0. 5 35 റിമൈൻഡർ 5 54. 7 7s are 49. 1 3 ഡെസിമൽ വരില്ലേ അവിടെ പറഞ്ഞേക്കുന്നത്? 1 അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ 1.571 ഉണ്ടോ ഓപ്ഷൻ? രണ്ടോ 1.571. അപ്പൊ റെഗുലർ ഫാൾസിയുടെ ഈക്വേഷൻ പഠിച്ചോണം. എയും ബി എടുത്തിട്ട് എന്താണ് കാണുന്ന ഫോർമുല? ഫസ്റ്റ് ഐറ്ററേഷനിൽ എക്സിന്റെ വാല്യൂ സൊല്യൂഷൻ കാണുന്നത് എ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു തിരിച്ചു മറിച്ചു എ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. മുകളിൽ ഫംഗ്ഷനും പോയിന്റും വരും, താഴെ ഫംഗ്ഷൻ മാത്രം. ഇതാണ് റെഗുലർ ഫാൾസി മെത്തേഡ് ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കുന്നത്? സൊല്യൂഷൻ കാണുന്നത്. അപ്പൊ 1നും 2നും ഇടയ്ക്കുള്ള സൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് വരും. എത്ര കിട്ടി? 1.571. ഡൗട്ട് ഉണ്ടോ? ഏ അടുത്ത ക്വസ്റ്റ്യൻ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ആണ്. അപ്പൊ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാണ്. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിന്റെ ഇക്വേഷൻ എന്താണ്? അതൊക്കെ ഫസ്റ്റ് ഐറ്ററേഷൻ ഒക്കെ ചോദിക്കുന്നുള്ളൂ, കൂടുതലും ചോദിക്കുന്നില്ല. ഫസ്റ്റ് ഐറ്ററേഷൻ കാണുന്നത് എന്തായാലും നോക്കെ എക്സ് ഈസ് ഈക്വൽ x1. ഫസ്റ്റ് x1 കാണുന്നത് x1 ഈസ് ഈക്വൽ ടു x0 മൈനസ്
എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. ഇതാണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡില്. അപ്പൊ എക്സ് നോട്ട് എന്ന് പറഞ്ഞ ഇനിഷ്യൽ പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് ഐട്രേഷൻ സൊല്യൂഷൻ ഓഫ് റൂട്ട് 2 ക്യൂബ് റൂട്ട് ഓഫ് 2 ആണ്. 2ന്റെ ക്യൂബ് റൂട്ട് ആണ് വേണ്ടത്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 2 ആണെങ്കിൽ തന്നിരിക്കുന്നതിനെ എക്സ് എന്ന് വിളിക്കുക. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ക്യൂബ് റൂട്ട് ഓഫ് 2. ഈ ക്യൂബ് റൂട്ട് മാറ്റാൻ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ 2. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ കിട്ടി ഇപ്പുറത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 2. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റിനകത്ത് ആദ്യം ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ സ്ക്വയർ ചെയ്താൽ മതി, ക്യൂബ് റൂട്ട് ആണെങ്കിൽ ക്യൂബ് ചെയ്യുക. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 2 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2, then x is cube equal to 2, then x is f of x is equal to x cube minus 2. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ചെയ്യാൻ ഇതിന്റെ ഡെറിവേറ്റീവ് കൂടെ വേണം. എഫ് ഡാഷ് ഓഫ് 2 എത്ര കിട്ടി? 3x സ്ക്വയർ. അതിന്റെ ഡെറിവേറ്റീവ് 2 0 ആയിട്ട്. ഇനി നമുക്ക് എക്സ് നോട്ട് വേണം. എക്സ് നോട്ട് ഇനിഷ്യൽ പോയിന്റ് ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 2 അടുത്ത് കിടക്കുന്ന പോലെ ക്യൂബ് റൂട്ട് നോക്കിയേ. ഫസ്റ്റ് ക്യൂബ് റൂട്ട് 1 ആണ്. 1ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 1. അടുത്ത ക്യൂബ് റൂട്ട് വരുന്നത് 8 ആണ്. പെർഫെക്റ്റ് ആയിട്ട് 8ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 2. നോക്കണം, ക്യൂബ് റൂട്ട് ആണ്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 1, ക്യൂബ് റൂട്ട് ഓഫ് 1 ഈസ് ഈക്വൽ 1 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 8 ഈസ് ഈക്വൽ 2 ആണ്. നമ്മൾ എപ്പോഴും ഇനിഷ്യൽ പോയിന്റ് എടുക്കുന്നത് നാച്ചുറൽ നമ്പർ എടുത്താൽ മതി. ഇനിഷ്യൽ പോയിന്റ് ഇപ്പൊ 2 ഏതിനടുത്ത് കിടക്കുന്നത്? ഇതിനടുത്തല്ലേ കിടക്കുന്നത്. അപ്പൊ എക്സ് നോട്ട് ആയിട്ട് 1നെ എടുക്കുക. ഇപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 7 ആ ചോദിച്ചിരുന്നെങ്കിൽ എക്സ് നോട്ട് ആയിട്ട് ഏതിനെടുത്തേനെ? 8 2നെ എടുത്തേനെ. എക്സ് നോട്ട് ആയിട്ട് കറക്റ്റ് ക്യൂബ് റൂട്ട് കിട്ടുന്ന വാല്യൂ, അതിനടുത്തുള്ള കറക്റ്റ് ക്യൂബ് റൂട്ട് കിട്ടുന്നത്. അപ്പൊ അടുത്ത ക്യൂബ് റൂട്ട് ഓഫ് 2 ആണ് വേണ്ടത്. നമുക്കറിയാം ക്യൂബ് റൂട്ട് ഓഫ് 1 1 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 8 2 ആണ്. അടുത്ത ക്യൂബ് റൂട്ട് വരുന്ന ക്യൂബ് റൂട്ട് ഓഫ് 27 ആണ്. 3 1 2 3 അതായത് 1 ക്യൂബ് 3 ക്യൂബ് 2 ക്യൂബ് 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് അങ്ങനെ പോകും. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് വേണം ഏത് ക്യൂബ് റൂട്ട് വരുന്നു അതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻ എടുക്കാൻ വേണ്ടി. ഇവിടെ 2 ആണ്. 2 ഏതിനടുത്ത് നടക്കുന്നത്? 1ന് അടുത്താണ്. അപ്പൊ അതിന്റെ ഇനിഷ്യൽ പോയിന്റ് 1 എടുക്കുക. അപ്പൊ എക്സ് നോട്ട് ആയിട്ട് എന്തിനെ എടുത്ത്? 1നെ എടുത്ത്. അപ്പൊ എക്സ് നോട്ട് ആയിട്ട് 1നെ എടുത്തതാണ് 1 മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് 1. ഇത് നമുക്ക് സൈഡിൽ കാണാം. എഫ് ഓഫ് 1 കാണുക. 1 ക്യൂബ് 1 മൈനസ് 2 ഈസ് ഈക്വൽ മൈനസ് 1ഉം എഫ് ഡാഷ് ഓഫ് 1 കാണുക. എഫ് ഡാഷ് കൊടുത്ത് 3 × 1 സ്ക്വയർ ആണ്. അപ്പൊ 3 കിട്ടും. കൊടുക്കാം 1 മൈനസ് എന്താ? എഫ് ഓഫ് 1 മൈനസ് 1. എഫ് ഡാഷ് ഓഫ് 1 3. അപ്പൊ 1 പ്ലസ് 3 1 ബൈ 3. അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് 4 ബൈ 3. 4 ബൈ 3 ഡിവൈഡ് 4 ഡിവൈഡ് ബൈ 3. 4 1s 3 1s are 3, remainder 1 decimal 0 3 9 3 3 ഇങ്ങനെ പോകും. 1.33 1.33 ആൻസർ വരും. അപ്പൊ നോക്കിയാൽ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല കേട്ടല്ലോ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ന്യൂട്ടൺ റാപ്സൺ റെഗുലർ ഫാൾസ് ഒക്കെ കണ്ടമാനം സ്റ്റെപ്പുകൾ വരുന്ന ഡെസിമൽ വരുന്ന പ്രോബ്ലംസ് ഉണ്ട്. അതൊന്നും ചോദിക്കത്തില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ചോദിച്ച എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 35. സ്ക്വയർ റൂട്ട് ഓഫ് 35 എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ എത്ര എടുക്കുക? ഇതിനെ എക്സ് എന്ന് വിളിക്കുക. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ 35. എക്സ് സ്ക്വയർ മൈനസ് 35 ഈക്വൽ 0. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 35. അവിടുന്ന് എഫ് ഡാഷ് ഒന്ന് കാണുക. എന്ത് കിട്ടി? 2x. അപ്പൊ ഇത് സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ 35 അടുത്തിരിക്കുന്ന സ്ക്വയർ റൂട്ട് എത്രയാണ്? 36 ആണ്. എത്ര? 6. അപ്പൊ അതിന്റെ അടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് എടുത്താൽ മതി. 35 അടുത്ത് കിടക്കുന്ന സ്ക്വയർ റൂട്ട് എത്രയാണ്? 36 ആണ്. 6 ആണ്. അപ്പൊ എക്സ് നോട്ട് എത്ര എടുക്കുക? 6 എടുക്കുക. അപ്പൊ x1 കാണുന്ന ഇക്വേഷൻ എക്സ് നോട്ട് 6 മൈനസ് എഫ് ഓഫ് 6 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് 6. ഇവിടെ 6 കൊടുക്കുമ്പോൾ 6 സ്ക്വയർ എഫ് ഓഫ് 6 സ്ക്വയർ മൈനസ് 35. അപ്പൊ 36 മൈനസ് 35 എത്ര കിട്ടി? 1. എഫ് ഡാഷ് ഓഫ് 6 2 × 6 എത്ര കിട്ടും? 12. കൊടുക്കുമ്പോൾ 6 മൈനസ് 1/12 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 അത്ര 12 ചെറവ് 12 72. 72 1 71/12. അപ്പൊ 71 ഡിവൈഡ് ബൈ 12. 12 5s are 60. റിമൈൻഡർ 11 ഡെസിമൽ പോയിന്റ്. 12 9s 12 9 108. 12 ഒക്കെ ടേബിൾ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ചെയ്യുക. 12 108 വരും. റിമൈൻഡർ 2 എത്ര വരും? 20 വരും. 1. അപ്പൊ 5.91 ആൻസർ. നിങ്ങൾ കാൽക്കുലേറ്റ് അടിച്ചാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 35 5.91 വരും. ഇത് സ്ക്വയർ റൂട്ട്. ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ ചോദിക്കുന്നത്. ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട് അതൊക്കെ. അപ്പൊ ആ എക്സ് നോട്ട് കാണുന്ന മനസ്സിലാക്കണം. എക്സ് നോട്ട് അതിനടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് ക്യൂബ് റൂട്ട് ആണെങ്കിൽ ഇതിനടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് ക്യൂബ് റൂട്ട് എത്ര? 1 ആണ്.
ഇപ്പൊ റൂട്ട് 7 ക്യൂബ് റൂട്ട് ഓഫ് 7 ചോദിച്ചിരുന്നെങ്കിലോ ക്യൂബ് റൂട്ട് ഓഫ് 7 അപ്പൊ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ 7 വരും. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? എക്സ് ക്യൂബ് മൈനസ് 7 കിട്ടും. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 3x² വരും. അപ്പൊ നമ്മുടെ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 7 ആണ്. 7 അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 7 അടുത്ത് കിടക്കുന്ന ഏതാണ്? 8 ആണ്. 8ന്റെ എത്ര? 2 എടുക്കുക. എക്സ് നോട്ട് 2 ആയിട്ട് എടുക്കുക. ക്യൂബ് റൂട്ടിന്റെ വാല്യൂ ക്യൂബ് റൂട്ട് ഓഫ് 7 അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണ് വേണ്ടത്. ക്യൂബ് റൂട്ട് ഓഫ് 7 അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ, അത് അടുത്ത് കിടക്കുന്ന ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ്. പെർഫെക്റ്റ് ആണ്. 2 എടുക്കുക. അപ്പൊ ഇട്ട് കൊടുക്കുമ്പോഴത്തെ x1 ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് 2 2 കൊടുക്കുമ്പോൾ 2 8 മൈനസ് 7 1 വരും. എഫ് ഡാഷ് ഓഫ് 2 ഇവിടെ 2 കൊടുക്കുമ്പോൾ 3 into 2 square 4 12 വരും. അപ്പൊ ആൻസർ 2 മൈനസ് 1/12 24 23/12. അപ്പൊ 23/12 ചെയ്യുമ്പോഴത്തേക്ക് 1 12 11.09 108 2 എത്ര 0 1 1.91 സംതിങ് വരും. ക്യൂബ് റൂട്ട് കണ്ട ക്യൂബ് റൂട്ട് ഓഫ് 7 ക്യൂബ് റൂട്ട് ഓഫ് 82 ആണ്. 2 താഴേക്ക് ഒരു വാല്യൂ വരും തൊട്ടടുത്തേക്ക് 1.91. ഇതാണ് എന്ത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ഇതെന്താണ്?